പാട്ടും ഡാൻസും പാചകവും ചില നുറുങ്ങു വിദ്യകളുമായി എത്തിയ A to Zന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണക്കാലത്ത് സദ്യയും ഊഞ്ഞാലും അത്തവും തുടങ്ങി എന്തു തന്നെ പറഞ്ഞാലും കേരള സാരി ഉടുത്തു വരുന്ന മലയാളി മങ്കമാരുടെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. ഒപ്പം ഒരു തിരുവാതിര കൂടിയായാലോ? ഗുജറാത്തിലെ വാപ്പിൽ താമസമാക്കിയ ഒരു കൂട്ടം മലയാളി യുവതികൾ ചേർന്നൊരുക്കിയ ഒരു നൃത്തമാണ് ആദ്യം പ്രേക്ഷകർക്കായി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഡാൻസിങ് ഏഞ്ചൽസ് എന്ന ഇവരുടെ ഗ്രൂപ്പിലെ അംഗങ്ങളായ ആതിര ഉണ്ണികൃഷ്ണൻ, ആതിര അനീഷ്, ഹരിത രാധാകൃഷ്ണൻ, സ്നേഹ വേണുഗോപാൽ, സൗമ്യ വേണുഗോപാൽ, സൗമ്യ രമേശ് തുടങ്ങിയവരാണ് നൃത്തം കാഴ്ചവെച്ചിരിക്കുന്നത്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻഭാഷദാൻ എന്ന വള്ളത്തോൾ വരികൾ മനസ്സിൽ ഓടി വരികയാണ്. പിറന്ന നാടിനോടുള്ള സ്നേഹവും വാത്സല്യവും വിളിച്ചോതുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു ഡാൻസിങ് ഏഞ്ചൽസിൻ്റേത്. ഗുജറാത്തിൽ നിന്നും മലയാള നാടിൻ്റെ തനിമ വിളിച്ചോതുന്ന ഈ പെർഫോമൻസ് ഒരുക്കിയതിന് അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. ഈ മനോഹര ഗാനം കേൾക്കാത്ത മലയാളികൾ ചുരുക്കമാണല്ലേ. ബഹ്റൈനിൽ നിന്നും ഈ പാട്ടിനിപ്പോൾ ഒരു കവർ സോങ് ഒരുക്കിയിരിക്കുകയാണ് എസ്യൂസ് പ്രൊഡക്ഷൻസും അംബ്രൻസ് മ്യൂസിക്കും ചേർന്ന്. ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ CB ആണ് സംവിധാനവും എഡിറ്റിങ്ങും ചിത്രീകരണവും. ഉണ്ണികൃഷ്ണൻ്റെ മക്കൾ സൂര്യയും ശ്രുതിയും ഇതിൽ അഭിനയിച്ചിരിക്കുന്നു. അമ്രിൻ എന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ഗാനം ആസ്വദിച്ച് മടങ്ങി വരാം. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതല്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കളിയാടാമേ കിളിമരത്തണലോരം, കളിയാടാമേ കിളിമരത്തണലോരം. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതല്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. വെള്ളം കല്ലിൻ ചെല്ലും കൂടുന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും. എന്തേ പോരാത്തൂ വാവേ വാവാച്ചി, കുന്നിക്കുരുക്കുത്തി നുള്ളിപ്പറിച്ചിട്ട് പിന്നിക്കുരുത്തൊരു മാല തീർക്കാം. തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കലമാനെ കൊണ്ടുതരാം. ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതല്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. തിത്തേ തിത്തേ നൃത്തം വയ്ക്കും പൂന്തെന്നൽ, മുത്തം വയ്ക്കാനെത്തുന്ന
മനോഹരമായൊരു ഗാനമായിരുന്നു അല്ലേ? ബഹ്റൈനിലെ ചൂടിലും പച്ചപ്പും ഹരിത ഭംഗിയും കാണിക്കാൻ ഈ ടീം എടുത്ത എഫേർട്ടിന് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇനി ഇന്നത്തെ ഫുഡ് സെക്ഷനാണ്. നമുക്ക് ഏവർക്കും വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. പോത്തങ്കോട് സ്വദേശിയായിട്ടുള്ള പാർവതി കൃഷ്ണലാലാണ് ഈ വിഭവം പരിചയപ്പെടുത്തുന്നത്. ആദ്യം പാർവതിയുടെ കുടുംബത്തെ പരിചയപ്പെടാം, എന്നിട്ട് ഫുഡ് വീഡിയോയിലേക്ക് പോവാം. ഹായ്, എൻ്റെ പേര് പാർവതി. ഇതെൻ്റെ ഹസ്ബൻഡ് കൃഷ്ണലാൽ. ഞങ്ങളുടെ മകനാണ് അദർവീത് കൃഷ്ണ. ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ നൂഡിൽസ് റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് അടുക്കള പണി ഇത്തിരി ഒരു ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഗസ്റ്റ് വന്നാലോ ഓഫീസിൽ പോകുന്ന ഹസ്ബൻഡിനോ മൂത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ ഈ നൂഡിൽസ്. ഇന്ന് ഉണ്ടാക്കുന്ന നൂഡിൽസിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒരു കാബേജിന്റെ പകുതി അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഒരു ക്യാരറ്റ് മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, പിന്നെ ഒരു ക്യാപ്സിക്കോ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 400 ഗ്രാം നൂഡിൽസ് ആണ്. അതിന് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. തിളയ്ക്കാൻ വെച്ച വെള്ളം നന്നായി തിളച്ചു. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നൂഡിൽസ് അതിലേക്ക് ഇടാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. നിങ്ങൾ 1 ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പിടുക. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാനായി ഒരു ചെറിയ ഉള്ളി അടുപ്പിൽ വെച്ചു. ചെറുതായി വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ എണ്ണ വയ്ക്കാം. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി പച്ചമുളക് ചെറുതായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഒരു വലിയ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ക്യാരറ്റ് ഇട്ട് കൊടുക്കാനേ. കുഞ്ഞ് ടേബിൾ സ്പൂൺ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇതിലിടാം. പകുതി ക്യാബേജ്, പകുതി ഇല്ല, ഏകദേശം പകുതി ക്യാബേജ് കൂടി ചേർത്ത് കൊടുക്കണം. ക്യാപ്സിക്കം, ഞാനൊരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടല്ല, മീഡിയം സൈസ്. അത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഇതിലേക്ക് സോസ് ചേർക്കാം. ഞാനൊരു 1 ടീസ്പൂൺ അളവിൽ റെഡ് ചില്ലി സോസ് ചേർത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. അടുത്തതായി ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടി ചേർക്കും. കുറച്ച് വിനെഗർ ചേർക്കാനേ. ഇത് നമ്മൾ നന്നായി ഊറ്റി വെച്ചിരിക്കുന്ന നൂഡിൽസാണ്. അടിയിൽ പിടിക്കാതിരിക്കാൻ എണ്ണ ചേർത്ത് അടിയിൽ നിന്ന് നന്നായി ഇളക്കി വെച്ചിരിക്കുന്ന നൂഡിൽസാണ്. ഇത് നമുക്ക് അതിലേക്ക്
നമ്മുടെ നൂഡിൽസിന്റെ അവസാനത്തെ അവസ്ഥ. വളരെ ഈസി ആയിട്ട് തന്നെ ആർക്കും വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു വിഭവമാണ് പാർവതി പരിചയപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. കൊല്ലം അഞ്ചൽ സ്വദേശിയായിട്ടുള്ള അഞ്ജന പ്രകാശ് എന്നൊരു നർത്തകിയെ കൂടി പരിചയപ്പെടുത്താം. ആള് ചെറിയൊരു ടിക്ടോക്ക് താരം കൂടിയാണ് കേട്ടോ. ഹായ്, എൻ്റെ പേര് അഞ്ജന പ്രകാശ്. എനിക്ക് ഡാൻസ് ഒരുപാട് ഇഷ്ടമാണ്. കുഞ്ഞുനാൾ മുതൽ ഒരു 4ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ നിർത്തി. ഇപ്പം ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കുച്ചിപ്പുടി പഠിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഹോബീസ് എന്ന് പറയുമ്പം കളക്ടിങ് ചോക്ലേറ്റ് കവേഴ്സ്, ലിസണിങ് മ്യൂസിക്, ഡാൻസിങ്, അങ്ങനെയൊക്കെ. ഇപ്പം ഞാൻ ജസ്റ്റ് 12th കംപ്ലീറ്റഡ് ആണ്, സയൻസ് സ്ട്രീം. എൻ്റെ സ്ഥലം അഞ്ചൽ, കൊല്ലം ഡിസ്ട്രിക്റ്റ്. ആനച്ചന്തം പൊന്നാമ്പൽ ചമയം നിന്നാണച്ചിമിഴിൽ കണ്ടില്ല ചാരു. അപ്പോൾ നല്ല കാലിബറുള്ള ഒരു ഡാൻസറിനെ കണ്ടല്ലോ. അഞ്ജന, ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ അഞ്ജനയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രേക്ഷകരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഇതാ ഒരവസരം. നിങ്ങൾ ചെയ്തിട്ടുള്ള പാചകം, നൃത്തം, പാട്ട്, ഡ്രോയിങ്സ് എന്നിവ ഞങ്ങൾക്ക് അയച്ചു തരിക. സംരക്ഷണ യോഗ്യമായവ A to Zൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ മെയിൽ ID a2zjhc@gmail.com. പാട്ടും ഡാൻസും പാചകവും ചില പൊടിക്കൈകളുമായി എത്തിയ A to Zന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി മറ്റൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടാം. അതുവരയ്ക്കും ദിസ് ഇസ് മീ ആര്യ, സൈനിങ് ഓഫ്.